ഇത് ചൊവ്വാഴ്ചയിലെ വ്ളോഗാണ്. സാധാരണ 5:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് മോന് ചെറിയൊരു ചുമ, അതുകൊണ്ട് സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ രാവിലെ ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. മോന് അവധിയുള്ള ദിവസങ്ങളിൽ അവൻ്റെ കൂടെയാണ് ഞാൻ മിക്കവാറും എഴുന്നേൽക്കാറുള്ളത്. അവനൊരു 6:30, 6:45 ആ സമയത്താണ് സാധാരണഗതി എണീക്കുന്നത്. അവധി ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് എഴുന്നേൽക്കുന്നത്. തലേ ദിവസം സ്കൂളിൽ പോകുമെന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ചപ്പാത്തിയും സോയാ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്നതാണ്. പക്ഷേങ്കിൽ രാവിലെയോടെയാണ് ആ പ്ലാനൊക്കെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ മോനെയും വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ്. വെളുപ്പിനെ എഴുന്നേറ്റുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു പ്രശ്നമില്ലല്ലോ. എന്നാൽ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ മടി അതിനെ അനുവദിച്ചുമില്ല. എപ്പോഴും ദോശമാവ് ഫ്രിഡ്ജിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ മോനുള്ള ദോശയും സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റും കൊടുത്തിട്ട് പിന്നീട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ എല്ലാവരും 9 മണിക്ക് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. മോൻ മാത്രമാണ് രാവിലെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശീലത്തിൽ എല്ലാ ദിവസവും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സോയ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ്. നേരത്തെ ഇങ്ങനെ സോയ ഫ്രൈയും സോയ റോസ്റ്റും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഉണ്ടാക്കിയാൽ ശീലമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ മറ്റു കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് ഉള്ളതുണ്ടാക്കി തിന്നുന്നു മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ ഒരു 24 വയസ്സിന് ശേഷമായിരിക്കും തോന്നുന്നു ഞാൻ പാചകമൊക്കെ നന്നായിട്ട് പഠിച്ചത്. എന്നാലും വലിയ രീതിയിലുള്ള പഠിത്തമൊന്നും പറയാൻ പറ്റത്തുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് സോയാ ചങ്ക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ സോയാ ചങ്ക്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ചുമ്മാതെ രാത്രിയിൽ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു റോസ്റ്റും ഈ സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റാണ്. ദോശയുടെ മാവ് എപ്പോഴും ഞാനൊരു സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം എൻ്റെ മോനൊരു ദോശക്കുട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ദോശ അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ദോശയും അതിൻ്റെ കൂടെ സോയാ ചങ്ക്സ് ഫ്രൈയും കൊടുത്തു. അതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഏകദേശം 8:15 ശേഷമാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചപ്പാത്തി പരത്താനൊരു ടാസ്ക്കാണ്. അത് ഞാൻ വന്ന് പഠിച്ചത് ഇവിടെ വന്നാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വലിയ രീതിയിൽ പരത്താനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഞാൻ എക്സ്പേർട്ടായി. ഇവിടെയെന്ന് ഉദ്ദേശിച്ചത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന ശേഷം. സ്വന്തമായിട്ട് നമ്മളൊരു വീട്ടിലോട്ട് മാറുമ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കുമല്ലോ, അങ്ങനെ പഠിച്ചതാണ്. സാധാരണ എനിക്ക് അരി വാർക്കാനും പിന്നെ തേങ്ങ പൊതിക്കാനും ഒന്നും ചപ്പാത്തി പരത്താനും ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ പുതിയൊരു വീട്ടിലോട്ട് താമസം മാറിയ ശേഷം ഞാനിതൊക്കെ പഠിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷം ആയി അങ്ങനെയൊക്കെ പഠിക്കാൻ ഇങ്ങനെയൊക്കെയൊരു പഠിച്ച് തുടങ്ങിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉള്ള ദിവസം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അന്നത്തെ ദിവസമേ പോകുന്നുള്ള രീതിയിലാണ്. പക്ഷേങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ചപ്പാത്തി പരത്തി ഈ റൗണ്ടിലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ റൗണ്ടൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം റൗണ്ടിലൊക്കെ വരുമെന്നേ ഉള്ളൂ. എന്നാലും പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അങ്ങ് പെർഫെക്റ്റ് ആയിക്കോളൂ എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ആരുടെയോ എന്തൊക്കെയോ ഭാഗ്യം നടത്തില്ല, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു ഗുണം മാത്രമേ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ രീതി അനുസരിച്ച് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാം ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഓരോ ജോലികളും ചെയ്യുന്നതിന് ഒരു സമയം എടുത്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു പണിക്കിടയിൽ വേറൊരു പണി ചെയ്യുക അതെന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ല. എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ്. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ എനിക്ക് പാടാണ്. ഞാനങ്ങനെ ചെയ്യത്തില്ല. ഒരു പണി ചെയ്യുകയാണെങ്കിൽ ആ സമയം ഞാൻ ആ പണി മൊത്തം നന്നായിട്ട് ചെയ്യാം. അതുമല്ല, എത്ര രാവിലെ പണി തീർക്കുന്നോ അത്രയും നല്ലതെന്നുള്ള വിചാരത്തിലാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ ആ ദിവസം മൊത്തം അടുക്കളയിൽ കിടക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ക്ലീനിങ് ഇഷ്ടമാണ്. പക്ഷേ ഏത് നേരവും അതങ്ങ് ചെയ്യണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ചെയ്യുക, അത്രയും പെട്ടെന്ന് ചെയ്യുക, അടുക്കളയിൽ നിന്ന് ഇറങ്ങുക. അതാണ് എൻ്റെ ഒരു രീതി. അതുമാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്ക് ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. ആ ഒരു പണി മൊത്തം പൂർത്തീകരിച്ച് പാത്രങ്ങളും കഴുകി വെച്ചിട്ട് മാത്രമേ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങൂ. അതും കിച്ചണൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയ ശേഷം. അല്ലാതെ ആ ഒരു അഴുക്കായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല. ഞാൻ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തിട്ടേ അടുത്ത ഒരു പണി ചെയ്യാൻ. പിന്നെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ഒരുപാട് ജോലികൾ ഒരുമിച്ച് കാണുമ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു വെപ്രാളം കയറും. എനിക്കറിയില്ല എന്താണെന്ന്. അയ്യോ, അത് ഞാൻ എങ്ങനെ തീർക്കും, ഇത്രയും ജോലികളോ, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ തീർത്ത് ഇനി എങ്ങനെ സമയം കണ്ടെത്തും, ഇതെപ്പോൾ തീരും, ഇത് എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നൊക്കെയൊരു ടെൻഷനുണ്ടല്ലോ. അതെനിക്ക് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല
അടുക്കള ജോലിയുടെ കാര്യത്തിൽ എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ. ഇനി ഉച്ചക്കലത്തേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.